ചാരിറ്റിയെ പോലെ ഇത്ര കൃത്യമായി തട്ടിപ്പ് നടത്താൻ കഴിയുന്ന മറ്റൊരു മുഖം മൂടിയുമില്ല. 100 കൈയയച്ചു കൊടുക്കുന്നവൻ 1000 വെളുപ്പിക്കുകയോ 500എങ്കിലും അടിച്ചു മാറ്റുകയോ ചെയ്യുമെന്ന് അറിയാത്ത മണ്ട ശിരോമണികളുമല്ല മലയാളികൾ. പക്ഷെ വീണ്ടും അതിലൊക്കെ തലവെക്കാനും ഒരു മടിയുമില്ല നമ്മുടെ നാട്ടുകാർക്ക്. NGO തൊട്ട് ഓൺലൈൻ ചാരിറ്റി ദൈവങ്ങളുടെ വരെ കാലിൽ വീണ് തൊഴുകുന്ന നവമലയാളിക്ക് ഒന്നും സൗജന്യമായി ആർക്കും കിട്ടില്ല എന്ന സാമാന്യ തത്വം പോലും ഒരിക്കലും ഓർമ്മയുണ്ടാകില്ല. ജീവകാരുണ്യ രംഗത്ത് സജീവമായിരുന്ന സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ വെറും കള്ളനാണയമായിരുന്നു. പാതിവില പറഞ്ഞ് അനന്തകൃഷ്ണൻ 1000 കോടികൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് തട്ടിച്ചെടുക്കുക? തട്ടിപ്പുകൾ പരാതികൾ വന്നു തുടങ്ങിയത് മുതൽ മുങ്ങിയ ആനന്ദകുമാർ ഇപ്പോൾ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല. 4 ദിവസമായി ശാസ്തമംഗലത്തെ വീട്ടിലേക്ക് പോലും എത്തുന്നില്ല. ആനന്ദകുമാറിനെ പറ്റിച്ചോ, അതോ ആനന്ദകുമാർ അനന്തുവിനെ കരുവാക്കി നാട്ടുകാരെ മൊത്തം പറ്റിച്ചോ? ഇതിലേയുള്ളൂ സംശയം. ഒരു കാര്യം ഉറപ്പാണ്, നാട്ടുകാർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണ് തുറന്ന് നടന്നില്ലെങ്കിൽ ഇനിയും പാതിവില തട്ടിപ്പുകാരും ആൾ സന്യാസിമാരും കൂടോത്രം ലോട്ടറികളും ചാരിറ്റി കള്ളന്മാരും നമ്മളെ ഇനിയും പറ്റിക്കും. ജാഗ്രത നല്ലതാണ്.